ഹലോ ഗേയ്സ്, ഞാൻ വീണ്ടും ഒരു ബ്ലോഗുമായി എത്തിയിരിക്കുകയാണ്. ഒരു ഞായറാഴ്ച രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കടയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പത്തോളൊക്കെ രാവിലെ തന്നെ നീച്ചിക്കണു. ഞായറാഴ്ച അല്ലേ, ഒന്നും മദ്രസും ഇല്ല, സ്കൂളും ഇല്ല. മദ്രസും സ്കൂളില്ലെങ്കിൽ അവർ നേരത്തെ നീച്ചും, അല്ലെങ്കിൽ ആകെ പെര പൊളിച്ചടിച്ചണം ഓലൊന്ന് നീച്ചണമെങ്കിൽ. അല്ലെങ്കിൽ സ്കൂളും മദ്രസും ഇല്ലേ രാവിലെ നേരത്തെ പോലെ നീച്ചും. ഇത് നമ്മളെ പേരത്ത് മാത്രം പ്രശ്നമാണ്, അത് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ? ഏതായാലും ഓരോടൊക്കെ ഓരോരോ തമാശ പറഞ്ഞ് വീട്ടിൽ നമ്മൾ കടയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇന്ന് ഞായറാഴ്ചയാണ്, കട ഉച്ച വരെയുള്ള തുറക്കുക. അപ്പോൾ കടയിലെത്തി. അപ്പോൾ നമ്മൾ ഷട്ടറൊക്കെ തുറന്ന് കട ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. കട തുറന്നു ഓരോരോ കസ്റ്റമർ വരൽ തുടങ്ങി. ചിലർ വന്ന് സാധനമൊക്കെ വാങ്ങി പോവൽ തുടങ്ങി. അപ്പോക്കിനുണ്ട് നമ്മളെ ഷാമിലും അവൻ്റെ അനിയത്തി എന്തൊക്കെയേ സാധനം വാങ്ങാൻ വരുന്നുണ്ട്. എന്തൊക്കെയേ പർച്ചേസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയേ തൂക്കി നോക്കുന്നുണ്ട് ഓന്. അപ്പോഴാണ് അവനൊരു പെട്ടി കൊണ്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ചോദിച്ചപ്പോഴാണ് ഓൻ്റെ താത്താക്ക് ഗൾഫ് കൊടുത്തേക്കല്ല പെട്ടിയാണ്. അതിലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ലെവലാക്കുകയാണ്, എൻ്റെ തൂക്കമൊക്കെ നോക്കിയാണ്. അപ്പോൾ ഓന് വിനീഷും അവൻ്റെ കുട്ടിയും വന്നു. ഓലിടക്ക് ഇങ്ങനെ വരും ഞായറാഴ്ചയൊക്കെ. ഓള് കരുതിയ മുട്ടായി ഒന്നും വാങ്ങിക്കൊടുക്കണില്ല ഓന്. ലാസ്റ്റ് വലിച്ചെടുത്ത് പോവാണ്. അതിൻ്റെ ഒരു ദേഷ്യം ഓൾക്കുണ്ട്, തെറ്റിയും കാണാണ് പോണത്. പിന്നെ കാതറൈക്കിടെ ഒന്ന് അങ്ങനെ ഭിന്നിച്ചിന് കണ്ടു. ഇത് പിന്നെ ദിയാന് മില്ലത്തെ മെയിനാണ്, നമ്മളിപ്പോഴത്തെ റൈസ് ഫ്ലവർ മില്ലില്ലേ അതിലത്തെ മെയിൻ. പിന്നെ അപ്പോക്കിന് ഗഫൂറുണ്ട്, നമ്മളെ സാധനം കൊണ്ടൊക്കെ ഇങ്ങനെ വരുന്നു. ഞായറാഴ്ചയാണ് നമുക്ക് സാധനം കൊണ്ടുപോകുന്നത്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഓന് ബാഹുബലി സ്റ്റൈലിലാണ് ഓരോരോ സാധനങ്ങളൊക്കെ ഇറക്കുന്നത്. അല്ലെങ്കിൽ ഓരോന്നോ ഞാനും ചെല്ലണം ഇറക്കാൻ. അപ്പോൾ ഞാൻ ഒറ്റക്ക് ഇറക്കിക്കൊണ്ടുവന്നാണ്. സഖാക്കുണ്ട്, ശിവനേട്ടായിക്കടി ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പോഴുണ്ടല്ലേ നമ്മളെ നെട്ടിച്ചിങ്ങനെ നിർത്തിക്കാണ് ഓള്. ഭയങ്കര കച്ചറയാണ് ഓള്. പിന്നെ ഓൻ്റെ കാര്യങ്ങളൊക്കെ ഇതാക്കി ഓൻ്റെ ബില്ലൊക്കെ റെഡിയാക്കി ഇങ്ങനെ തന്നു. ഓന് കണക്കൊക്കെ ശരിയാണോ ഒക്കെ ഇങ്ങനെ നോക്കുകയാണ്. നമ്മളെ കടയിലത്തെ ഒരു സോപ്പാണ്. ഇത് 2 എണ്ണം 100 രൂപയുള്ളൂ. ഇത് 2 എണ്ണം 120 ഉള്ളൂ. നല്ല സോപ്പാണ്, കടയിൽ വന്ന് വാങ്ങിക്കോളി. പിന്നെ ലെയ്സൊക്കെ അടുക്കി. പിന്നെ റസ്ബിൻ്റെ കാക്കു വന്നു. ഇതൊക്കെ സ്കാനറുമൊക്കെ പിടിക്കണു ഇതാക്കണു. ഇവിടെ ഉണ്ടല്ലേ ലെയ്സ് വാങ്ങാൻ വന്നിക്കാണ്. അപ്പോൾ ലെയ്സൊക്കെ ഓള് കാണിച്ചു തന്നു. ഓൾക്ക് വേണ്ട ലെയ്സൊക്കെ നമ്മളിങ്ങനെ കൊടുത്തു. ഇപ്പം പിന്നെ വാട്ടർ ബലൂൺ വാങ്ങാൻ വന്നു. ഓന് ക്യാമറ എടുക്കണ ഭയങ്കര മടിയാണ്. അപ്പോൾ ഓനെ കൊണ്ട് തന്നെ എടുപ്പിച്ചു. അപ്പോൾ ക്യാമറ എടുക്കാമല്ലോ. അപ്പോൾ ചിക്കുണ്ട് ഇതിക്കിടെ ഇങ്ങനെ വരുന്നു. നല്ല ഗ്ലാമറിൽ വരികയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഒന്നും അവിടെ ഗെറ്റപ്പിലൊക്കെ ഇരിക്കുകയാണ് ആൾ. ശിവേട്ടനും അമ്മായി ഇവിടെ എന്തൊക്കെയോ കച്ചറയിലാണ്. പിന്നെ ഇപ്പം കണ്ടില്ലേ ഏതോ ലോകത്താണ് ഫോണുമ്മ. ആണിപ്പാക്കും ഇങ്ങനെ പെരയ്ക്ക് ഒരേ പൊടുത്താണ്, ഒട്ട് പൊടിച്ചാണ്. അപ്പോൾ അബ്ദുപ്പാക്ക് വന്നു, കുഞ്ഞിപ്പ വന്നു, മനോജ് ചേട്ടൻ ഇവിടെ എന്തൊക്കെയോ ഫോൺ ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ ഡെലിവറിക്ക് പോയപ്പോൾ കണ്ടതാണ്. ഇവിടെ ഉണ്ടല്ലേ കടയിൽ 2 പാത്തോളാണ്. അതുപോലെ ഇറക്കാക്കോ ഞങ്ങൾ നിങ്ങളെ വീഡിയോ ഒക്കെ കണ്ട് സൂപ്പറാണ്, ഞങ്ങൾ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഓലൊക്കെ ടാറ്റയൊക്കെ കാണിച്ചു. നിങ്ങളെ വീഡിയോയിൽ വരും പറഞ്ഞപ്പോൾ മടി. പിന്നെന്താ കട അടച്ചു. ഒരു 12 മണിയൊക്കെ ആയപ്പോകിന്. ഇന്നൊരു കല്യാണം ഉണ്ട്, കടൻ്റെ അടുത്തത്തെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതിന് പോകണം, പെരുന്തണ്ണയാണ്. അപ്പോൾ അണ്ണുണ്ട് ലോട്ടറി കൊണ്ടൊക്കെ പരക്കം പോയാണ്. അപ്പോൾ റെസിഡൻസിയിലെത്തു. അവിടെയാണ് കല്യാണം ഉള്ളത്. അവിടെ ചെന്നേക്കന്നെ ഒരു ജ്യൂസൊക്കെ അകത്താക്കി, പലവിധം ജ്യൂസുകളുണ്ട്. അതൊക്കെ ഇങ്ങനെ കുടിച്ചു. ഇതാണ് പെണ്ണിൻ്റെ അങ്ങളാർ. അതുപോലെയാണ് മെയിൻ അവിടെ സ്വീകരണമൊക്കെ ഇതാക്കുന്നത്. ഇപ്പം പുതിയാപ്പിളൊന്നും അല്ല ഇട്ടില്ലേ. പിന്നെ അൻസിലുണ്ടല്ലേ ഇങ്ങനെ ക്യാമറ എടുക്കുന്നുണ്ടാകുന്നപ്പോൾ ഗെറ്റപ്പിലൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഹാളിലൊക്കെ ഒന്നിങ്ങനെ കയറി നോക്കി. പിന്നെ മെയിൻ പറഞ്ഞാൽ നമ്മളെ മെയിൻ ഫുഡ് തന്നെ. നമ്മളവിടെ നിന്ന് സെലക്ട് ചെയ്തത് ബീഫ് ബിരിയാണി, ഒരൊറ്റ പീസ് ബീഫും കുറച്ച് ചിക്കനുമാണ്. കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ കൂടുതൽ ഫുഡൊന്നും എടുത്തിട്ടില്ല. ഇതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിങ്ങനെ കഴിച്ചിറങ്ങിയപ്പോൾ ഉണ്ട് കുഞ്ഞുട്ടിയാക്കൊണ്ട് നല്ല പോപ്കോൺ അടിക്കണു. ഞാനിപ്പോൾ നോക്കിക്കുന്നുണ്ട്. പിന്നെ പലവിധം ചായകളുണ്ട്. അതിനൊരു ചായയൊക്കെ കുടിച്ചു. ഇവിടെ ഉണ്ട് നല്ല പോപ്കോൺ അകത്താക്കല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോവാണ്. കുട്ടിക്ക് LSSൻ്റെ എക്സാം കഴിഞ്ഞ് അവിടെ മേലാറ്റൂരുണ്ട്. അത് കഴിഞ്ഞ് ഓളായിട്ട് ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ ഓളൊരു ഐസ്ക്രീം വേണം പറഞ്ഞു. അപ്പോൾ മേലാറ്റൂർ ഐസ്ക്രീം കടയിൽ കയറി. അതിൽ മെനു ഒക്കെ ഇങ്ങനെ നോക്കി സെലക്ട്, ആകെ കൺഫ്യൂഷനാണ് ഏതാ വാങ്ങേണ്ടതെന്ന്. ലാസ്റ്റ് 2 സ്നിക്കേഴ്സും
എനിക്കൊരു കോക്കനറ്റും വാങ്ങി. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അപ്പോൾ ആസ്വദിച്ച് ഓല് രണ്ടാളും ഇങ്ങനെ തിന്നാണ്. നല്ല രസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയും കുഴപ്പമില്ല കേട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. മേലാറ്റൂർ സ്കൂളിൻ്റെ അവിടെ തന്നെയാണ് കട. കടൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ലാസ്റ്റ് ഒരു ഫോട്ടോ ഉണ്ട്, അതിലും പറഞ്ഞുതരാം. കട ഐസ് പോട്ടാണ്, നല്ല ഇതാണ്. പിന്നെ നമ്മളെ വണ്ടിക്ക് കുറച്ച് എണ്ണ അടിച്ചു. ഐശു ഇങ്ങനെ എണ്ണയൊക്കെ മണക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഓള് ഉപ്പിലിട്ട പൈനാപ്പിൾ വേണം പറഞ്ഞു. പൈനാപ്പിൾ ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പൈനാപ്പിൾ കാണാനില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ആകെ കൺഫ്യൂഷനിൽ. അപ്പോൾ കിട്ടിയതെങ്കിൽ കിട്ടിയത് കാരണം എന്തെങ്കിലുമൊക്കെ വാങ്ങാറുണ്ട്. 2 മാങ്ങ വാങ്ങി. മാങ്ങ കുഴപ്പമില്ല, അതൊക്കെ തിന്നിങ്ങനെ പോരുകയാണ്. ഇങ്ങോട്ട് അവളെ ഫ്രണ്ടിനെ നമ്മൾ വീട്ടിലാക്കി കൊടുക്കണം. ഓള് ടാറ്റയൊക്കെ കാട്ടി ഓളെ വീട്ടിൽ പോയി. ഞാനും ഐശു ഓരോരോ തമാശയൊക്കെ പറഞ്ഞ് ബൈക്കുമ്പോൾ ഇങ്ങനെ പോരുകയാണ്. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ പോയി. വീട്ടിലെത്തി. അവൾ വീട്ടിലേക്ക് കയറി ഇങ്ങനെ പോവാണ്. അപ്പോൾ ഒരാളുണ്ട്, വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ കാര്യമായിട്ട് മുട്ടായിക്ക് വാങ്ങാൻ പോകാനാണ്. ഞായറാഴ്ച എന്നും എൻ്റെ ഒപ്പം പോകുന്നൊരു മുട്ടായി വാങ്ങണം എമ്മിന്. അപ്പോൾ ഞാൻ കൊണ്ടുപോകട്ടോ, ഇപ്പം പോവാന്നൊക്കെ പറഞ്ഞ് നിർത്തിക്കുകയാണ്. അപ്പോഴും മറ്റോളും വന്നു. അപ്പോൾ ഇവന് കണ്ടില്ലേ, ഇവന് കഞ്ഞി കുടിച്ചാൽ മാത്രം കൊണ്ടുപോകും പറഞ്ഞപ്പോൾ വേഗം കഞ്ഞി കുടിച്ചാണ്. പ്രത്യേക ശൈലിയിലൊക്കെയാണ് കഞ്ഞി കുടി. അപ്പോൾ കഞ്ഞി വേഗം കുടിച്ചാൽ വേഗം പോകാറുണ്ട്. അപ്പോൾ ഞാനും ഓലെ വെയിറ്റ് ചെയ്യാണ്. ഞാനും എമ്മിനും ഇവിടെ ഇങ്ങനെ തല്ലുകൂടിക്കൊണ്ടിരിക്കണം. ഞങ്ങൾ കണ്ട ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഓൻ്റെ കഞ്ഞൂടി കഴിഞ്ഞാൽ മുട്ടായി വാങ്ങാൻ പോകണം. അപ്പോൾ ഓലൊക്കെ എടുത്തുങ്ങാണ് വണ്ടിമ്മ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐശുവിനെ കൊണ്ടുപോകണില്ല. അപ്പോൾ ആൾ ഓവർലോഡല്ലേ. അപ്പോൾ ഓള് അവിടെ നിൽക്കാറുണ്ട്. ഓൾക്ക് ഐസ്ക്രീമും മാങ്ങയൊക്കെ വാങ്ങിക്കൊടുത്തതും അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ഇവലൊക്കെ ഇങ്ങനെ വണ്ടിമ്മ എടുത്തിട്ട് നമ്മളെ ഇവലൊക്കെ കാത്തു നിന്ന് ഓരോരുത്തരെ വണ്ടിമ്മ കയറ്റി കാഞ്ഞിരംപാറയ്ക്കാണ് പോണത്. അപ്പോൾ ഞായറാഴ്ച എന്നൊരു മുട്ടായി വാങ്ങിക്കൊടുക്കൽ നിർബന്ധമാണ്. ഒരു വണ്ടിമ്മ തന്നെ കൊണ്ടുപോയി വാങ്ങിക്കൊടുക്കണം. എന്നിട്ട് നമ്മൾ കടയിലേക്ക് എത്തി. കാഞ്ഞിരംപാറ പോലെ ഓരോരുത്തരിങ്ങനെ കടൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എമ്മിനൊക്കെ ഒരു കുട്ടിയൊക്കെ ഉണ്ട് കച്ചിൽ. അതിനൊക്കെ പിടിച്ച് കയറി. പിന്നെ അവർ കുറച്ച് മുട്ടായികളൊക്കെ സെലക്ട് ചെയ്തിരിക്കണു. അത് ഞങ്ങളവിടെ വെച്ച് കൊടുത്തു. ഇല്യാസാക്കും അതൊക്കെ ഇങ്ങനെ ബില്ലാക്കി തന്ന് കവറിലിട്ട് തന്നു. കണ്ടില്ല, എല്ലാവരുടെ അടുത്തും ഓരോരോ കുട്ടികളുണ്ട്. പോലെ ബെസ്റ്റ് സോളാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. തിരിച്ചിങ്ങനെ വീട്ടിലെത്തി. ഇനി ഓരോരുത്തരും ഓല സാധനങ്ങൾ തന്നെ കൈ കൊടുക്കണം, അല്ലെങ്കിൽ തല്ലാക്കാരം. ഓരോരുത്തരെ നിരന്നിരുത്തി അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുകയാണ്. അവൻ്റെ ജ്യൂസ് കൊടുത്തു, എമ്മിൻ്റെ ജ്യൂസ് കൊടുത്തു. എമ്മിനപ്പോൾ കുട്ടീനെയൊക്കെ നിലത്ത് വെക്കണുണ്ട് ഇത് വാങ്ങാൻ. ഐശുവിന് ലേസ് കൊടുത്തു. ഐശുവിനത് പറ്റിയിട്ടില്ല, ഓള് പോന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അടുത്ത ലേസ് ഓൾക്ക് പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു ഈറയാണ് മുഖത്ത് കാണുന്നത്. പിന്നെ ഓല് രണ്ടാളും ഉച്ചക്ക് ചോറ് കഴിക്കുകയാണ്. കാർട്ടൂണൊക്കെ കണ്ടുങ്ങാനാണ് ചോറ് കഴി. എല്ലാ പെരയിലും ഇങ്ങനെ തന്നെയാണ്. ഫോണില്ലാതെ ചോറാണ് വയ്ക്കൂലോ ഓല്. ഉച്ചയായപ്പോൾ അങ്ങനെ തന്നെ ചോറൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉച്ചക്ക് ചെറിയൊരു കടത്തം കടന്നു ഞങ്ങൾ. പിന്നെ നീച്ചയ്ക്ക് ചായയും മിച്ചറും കഴിച്ചു. ചായയും മിച്ചറും കഴിച്ചപ്പോഴാണ് വീട്ടിലത്തെ അടക്കാപ്പായൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അടക്കാപ്പായൊക്കെ ഞാൻ ഇങ്ങനെ കയറി ഓരോന്ന് വളച്ചിതാക്കണം. ഇതിൻ്റെ മുകളിലാണ് ഒക്കെ ഉള്ളത്. അപ്പം അത്യാവശ്യം പണിയെടുക്കണം കിട്ടണമെങ്കിൽ. അപ്പോൾ ഞായറാഴ്ച അല്ലേ, അപ്പോൾ അതിങ്ങനെ ഓരോന്ന് പൂത്തതും പൊളിച്ചതൊക്കെ അറുക്കുകയാണ്. അപ്പോൾ കുഴപ്പമില്ലാതെ കുറച്ചെണ്ണമൊക്കെ കിട്ടി ഞങ്ങൾക്ക്. കണ്ടോളി, ഇതാണ് അടക്കാപ്പായ. അടക്കാപ്പം വേണമെങ്കിൽ വീട്ടിലേക്ക് പോവാം, വീട്ടിൽ നമ്മൾ തരും, കുറേ ഉണ്ട്. പിന്നെ അപ്പോൾ ഇങ്ങനെ ഒരു കല്യാണം ഉണ്ട്. അതിന് റുവയും എമ്മിനൊക്കെ മാറ്റി വന്നു. രാത്രിയാണ് കല്യാണം, ആക്കപ്പറമ്പാണ്. അപ്പോൾ അതിന് എങ്ങനെയുണ്ട് ഡ്രസ്സ് ഒക്കെ ഇങ്ങനെ ചോദിച്ചാണ്. ഓനൊരു ഉമ്മയൊക്കെ തന്നു, ഞാൻ അങ്ങോട്ടും കൊടുത്തു. പിന്നെ ഇവലൊക്കെ ഞങ്ങളെല്ലാവരും പോകാനുള്ള പരിപാടിയിലാണ്. വീടൊക്കെ പൂട്ടി ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഓരോരോ സെൽഫിയൊക്കെ എടുത്ത് ബൈക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്കപ്പറമ്പാണ് കല്യാണം. അങ്ങനെ അവിടെ ആക്കപ്പറമ്പ് എത്തി. നക്ഷത്ര ഓഡിറ്റോറിയമാണ് ഓഡിറ്റോറിയത്തിൻ്റെ പേര്. അങ്ങനെ അവിടെ എത്തി. പിന്നെ ഫസ്റ്റ് തന്നെ ഫുഡാണ് അടിക്കുന്നത്. നല്ല ബീഫല്ല, ചിക്കൻ ബിരിയാണിയാണ്. കുഴപ്പമില്ലാത്ത ബിരിയാണി. അപ്പോൾ കുഴപ്പമില്ലാതെ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു. ചിക്കൻ പീസൊക്കെ കണ്ടില്ലേ, ഫുഡൊക്കെ കഴിച്ച്. പിന്നെ അളിയാക്ക ഉണ്ടല്ലേ, അളിയാക്ക ഇവിടെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് ഫുഡിൻ്റെ സെക്ഷനൊക്കെ.
ഓരോന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അറിയാതെ എടുക്കുകയാണ് വീഡിയോ. പിന്നെ ഞങ്ങൾ മുകളിൽ പോയി പെണ്ണിനെയും ചെക്കനെയൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഐശുറ്റും കണ്ടില്ലേ, ഇവിടെ വിക്രസ് കാട്ടി നടക്കുകയാണ്. ഇവള് വെറുതെ ചായ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആറ്റി കളിച്ച, കുടിച്ചൊന്നല്ല, വെറുതെ നശിപ്പിച്ച. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ മെയിൻ രണ്ടാൾക്കാർ ഹാറൂനും ഇവലും ഇങ്ങനെ നിൽക്കണത്. ഫോണുമ്മ ആയതുകൊണ്ട് വല്ലാതെ മെയിൻ ചെയ്യണമൊന്നുമല്ല, അല്ലെങ്കിൽ ഭയങ്കര രസമാണ്. ഫോണ് കിട്ടിയാൽ പിന്നെ ആരെയും വേണം. പിന്നെ നമ്മൾ വീട്ടിലെത്തി, തിരിച്ച് വീട്ടിലേക്ക് കയറുകയാണ്. ഇന്ന് ഇത്ര ഉള്ളൂ.